ആ വിരാടപുരുഷൻ പ്രകൃതിയിൽ ചേരുന്ന പ്രക്രിയയാണ് വിവാഹം. ആ വിവാഹത്തിൽ എഗ്രിമെന്റ് വെക്കുന്നതെന്താണ്? കൈകൾ കൊണ്ട് ഉറപ്പ് കൊടുക്കുന്നതെന്താണ്? നിന്റെ സുഖവും ദുഃഖവും ഞാൻ വഹിക്കാം, നിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞാൻ വഹിക്കാം, നിന്റെ ധനവും ദാരിദ്ര്യവും ഞാൻ വഹിക്കാം, നിന്റെ മനസാന്നിധ്യവും മനവൈകല്യവും ഞാൻ വഹിക്കാം എന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് എഗ്രിമെന്റ് കൊടുക്കുന്നു. ഭാര്യ ഭർത്താവിന് എഗ്രിമെന്റ് കൊടുക്കുന്നു. എല്ലാം ഞാൻ വഹിക്കാം. പരസ്പരമുള്ള വഹിക്കൽ, അതിൽ വിശേഷപ്പെട്ട വഹിക്കൽ എന്ന് പറയാം. ആ വിശേഷപ്പെട്ട വഹിക്കലാണ് വിവാഹം. വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായ പരസ്പരം വഹിക്കാനുള്ള എഗ്രിമെന്റാണ്. അല്ലാതെ സന്തോഷമുള്ളപ്പോൾ ഞാൻ നിൽക്കാം, സങ്കടം വരുമ്പോൾ ഞാനിന്ന് പോവാ, ഡൈവോഴ്സ് അയക്കാം എന്ന് പറയുന്നതല്ല വിവാഹം. ചിന്താവിഷ്ടയായ സീത എന്ന ആശാന്റെ കാവ്യത്തിൽ സീത പറയുന്നത് വാക്കുന്നു: പരിപാവനമാം വിവാഹമേ സുതിമന്ദാരമനോജ്ഞ പുഷ്പമായി എത്രയഥപ്പതിച്ചു നീ. സുതിമന്ദാര മനോജ്ഞ പുഷ്പമാണ്, വേദങ്ങളിലെ മന്ദാര മനോജ്ഞ പുഷ്പമാണ് വിവാഹം. അത് മൂല്യവത്താണ്. ആ മൂല്യവത്തായ വിവാഹം, ആ വിവാഹത്തിന്റെ നിയമത്തിനനുസരിച്ച് മാത്രമേ കാമം പ്രകടിപ്പിക്കാവൂ. ആ കാമം ശരീരത്തിന്റെ കാമം. ആ ആമ മനസ്സാകുന്ന മുയൽ നിയന്ത്രിക്കണം ആമയെ. എന്നാൽ ഈ കാമം ഉണരുമ്പോ മനസ്സ് നിയന്ത്രിക്കുന്നില്ല. പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മയും മറക്കുന്നു, നാട്ടുമര്യാദകൾ മറക്കുന്നു. വിവാഹം എന്ന പരിപാടിയിൽ നോക്കാം. മംഗല്യം തമ്പുരാനേന. നമ്പൂതിരിമാര് വിവാഹത്തിൽ വരുന്ന മന്ത്രാണ്. തമ്പു പറഞ്ഞ താലി. താലി കെട്ടിയിട്ടുള്ള വിവാഹത്തിന് പറയാം മംഗല്യം തമ്പുരാനേന. ഒന്നാ 10-15 കൊല്ലം മുമ്പ് ഒരു പാട്ടിറങ്ങി ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ. മാംഗല്യം തമ്പുരാനേന പിന്നെ ജീവിതം കുന്തനാനേന. പാട്ടെഴുതിയാളെ കുറ്റമല്ല, ഇന്നത്തെ യുവാക്കളുടെ മനസ്സിനനുസരിച്ച പാട്ടുണ്ടാവുന്നു. യുവാക്കളുടെ മനസ്സിൽ കല്യാണം പറയുന്ന പരിപാടിയെ വേണ്ട, കാമം മതി. കാമം പ്രകടിപ്പിക്കാൻ ഏതൊക്കെ ഒരു പെണ്ണിനെ സംഘടിപ്പിക്കുക, ഫ്ലാറ്റ് എടുക്കുക, വാടക വീടെടുക്കുക, എന്നിട്ട് ഒരു എഗ്രിമെന്റും പഞ്ചായത്ത് ഒന്നും വേണ്ട, അവിടെ പോയി ഇണചേർന്ന് എഴുതിച്ചിട്ടും മടുത്താൽ രണ്ടു വരുക. അതിലുള്ള കുട്ടികൾ വന്ന് അച്ഛൻ നോക്കൂ. ഈ കുട്ടികളായി നോക്കൂ. കാമമാണ് പ്രണയം എന്നുള്ളത്. പണ്ട് പ്രണയം ആണ് കാമം. മൃഗങ്ങൾക്ക് പ്രണയിപ്പിക്കാൻ കാമമേ ഉള്ളൂ.